ഹായ്. കരിപ്പൂർ എയർപോർട്ട് ഗാർഡൻ്റെ 70 രൂപയ്ക്ക് ഹൈബ്രിഡ് ബോഗൺവില്ല എന്ന പരസ്യം എല്ലാവരും കണ്ടു കാണും. ഇത് യൂട്യൂബ് കണ്ടപ്പോൾ തോന്നിയാണ് എയർപോർട്ട് ഗാർഡൻ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നും എങ്ങനെയാണ് ഹൈബ്രിഡ് ബോഗൺവില്ലകൾ ഇത്രയും കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്നും അറിയണമെന്ന്. കാരണം എനിക്ക് ബോഗൺവില്ല ഫാം ഉള്ളതുകൊണ്ട് ഹൈബ്രിഡ് ബോഗൺവില്ലകൾ വേര് പിടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് നന്നായി അറിയാം. പിന്നെ അത് വളം ചെയ്ത് പ്രൂൺ ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തുന്നവരെ അത്യാവശ്യം നല്ല എഫേർട്ട് അതിന് പിന്നിലുണ്ട്. ഏതായാലും അവരെ പരസ്യത്തിൽ കണ്ട പോലെ 25/1/26 ഫെസ്റ്റ് തുടങ്ങും എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് കോഴിക്കോട് പോയി വരുമ്പോൾ അവിടെ ഒന്ന് കയറി നോക്കി. പരസ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ചില്ലി വെറൈറ്റി 70 രൂപയ്ക്ക് അത്യാവശ്യം നല്ല തൈയാണ്. പക്ഷെ പൂവ് ഏതാണെന്ന് അറിയില്ല. കണ്ടിട്ട് അതിൽ റെഡ് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ ഫയർപ്പാൽ 130 രൂപയ്ക്ക് ഉള്ളൂ പറയാലോ. ഇത് രണ്ടും നല്ല വിലക്കുറവാട്ടോ. പക്ഷേ ഒരാൾക്ക് 2 പീസേ കൊടുക്കുകയുള്ളൂ ഒരു ഐറ്റം. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നവർക്ക് ബൾക്കായി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് നാടൻ ബോഗൺവില്ലകളുണ്ട് 120 രൂപയ്ക്ക് 7 ഇഞ്ച് ചട്ടിയിൽ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഈ 2 ഐറ്റത്തിന് മാത്രമാണ് ഇവിടെ വിലക്കുറവുള്ളത്. അല്ലാതെ ഹവായ് വൈലറ്റോ ഹവായ് വൈറ്റോ മഹാറാണി അദർണ ഗോൾഡൻ സൺഷൈൻ പോലുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ വിലക്കുറവിൽ കിട്ടുമെന്ന് വിചാരിച്ച് ആരും പെട്രോൾ അടിച്ച് അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ആ ഐറ്റങ്ങൾക്കൊക്കെ നമ്മളെ വീടിനടുത്തുള്ള നഴ്സറികളിലില്ലേ, അവിടെയുള്ള അതേ വില തന്നെയാണ് കേട്ടോ ഇവിടെ. ചില ഐറ്റങ്ങൾക്ക് മറ്റ് നഴ്സറികളേക്കാൾ നല്ല വില കൂടുതലുമാണ്. അതായത് മറ്റു വെറൈറ്റികൾ നിങ്ങൾ എടുക്കുമ്പോൾ ഫയറപ്പാലും ചില്ലിമ്മലും അവർക്ക് വരുന്ന നഷ്ടം അത് അവർ മേക്കപ്പ് ചെയ്യുന്നു. മുമ്പ് വലിയ ടെക്സ്റ്റൈൽസുകൾ ചെയ്തിരുന്ന പോലെ അണ്ടർവെയർ, തോർത്തുമുണ്ട്, ബനിയൻ അതുപോലെ ജനങ്ങൾ അറിയുന്ന സാധനങ്ങൾക്ക് വില കുറച്ച് മറ്റു സാധനങ്ങൾക്ക് വില കൂട്ടി വിലക്കുറവ് പ്രചരിപ്പിക്കുന്ന പോലെയുള്ള ഒരു ട്രിക്ക്. വിലകളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവർ ചില ഐറ്റങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കണ്ടു. അതുപോലെ ദൂരെ നിന്ന് പെട്രോൾ അടിച്ച് വന്നിട്ട് ഈ 2 ഐറ്റത്തിന് മാത്രമേ ഓഫറുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ അന്തം വിട്ട് നിൽക്കുന്നവരെ അവിടെ കണ്ടു. അവിടെ വരെ പോയ സ്ഥിതിക്ക് ഞാനും 2 ഫയറപ്പാലും 2 ചില്ലിയും വാങ്ങിയിട്ടോ.